ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡിൻ്റെ എപ്പിസോഡ് 6 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്നിട്ട് നമ്മുടെ ഷെന്നു വന്ന് ചോദിക്കുക, എന്ത് പറ്റി ഇന്ന് എൻ്റെ അടുത്ത് നിൻ്റെ ബെഡിൽ കിടക്കാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവൻ അങ്ങ് ക്ലോസ് ആയി വരുമ്പോൾ ഇവള് വിചാരിക്കും കിസ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവള് കണ്ണടച്ചിരിക്കുക. ആക്ച്വലി അവൻ വന്ന് അവളുടെ ടിഷ്യൂ എടുക്കാനാണ് വന്നത് കേട്ടോ. എന്നിട്ട് അവനത് ടിഷ്യൂ എടുത്ത് പോവാം. അപ്പോൾ നമ്മുടെ ഷിയാങ്കി ആണെങ്കിൽ ആകെ ചമ്മി പോയൊരവസ്ഥയാണ്. പിറ്റേന്ന് രാവിലെ ഇവൾ വന്നിട്ട് ആ ഷോ നടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഇവർക്ക് ആദ്യം മേക്കപ്പ് ചെയ്യണം ആ ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി മേക്കപ്പ് റൂമിൽ കയറുമ്പോൾ അവിടെ വന്നിട്ട് ഈ ഫിയാൻസി പെണ്ണ എല്ലാവർക്കും ഇവളാണ് ഷെന്നിൻ്റെ ഫിയാൻസി എന്നുള്ള രീതിക്ക് മിൽറ്റി എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് അവിടെയുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിചാരിക്കുകയാണ് ഫിയാൻസി പെണ്ണാണ് നമ്മുടെ ഷെന്നിൻ്റെ ഫിയാൻസി എന്ന് പറഞ്ഞിട്ട് അവളെ നല്ല രീതിക്ക് അങ്ങ് ട്രീറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വന്ന് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടിയാണല്ലോ, അതുകൊണ്ട് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഷിയാങ്കിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അറിയാം ഷിയാങ്കിയെയാണ് നമ്മൾ ഷെൻ സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വലിയ ഭാവമൊന്നും കാണിക്കുന്നില്ല. അവസാനം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഷിയാങ്കി നല്ല സാഡായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഷിയാങ്കിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് മറ്റേ ആ വിശ്വസിച്ചെന്ന് പറഞ്ഞില്ല, ആ മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവളുടെ അടുത്ത് വന്ന് പറയുകയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ആ ഫിയാൻസി പെണ്ണിനെ ഷെൻ സ്നേഹിക്കുന്നൊന്നുമില്ല, ഷെൻ സ്നേഹിക്കുന്നൊന്ന് ഷിയാങ്കി എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ആ നമ്മുടെ ഷിയാങ്കിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായിട്ട് അവൾ സാഡ് അടിച്ചിരിക്കുന്ന സമയത്ത് സുവിന് അവിടെ അടുത്തങ്ങാണ്ടായിരുന്നു ഷൂട്ടിങ്ങും. അതുകൊണ്ട് ഷിയാങ്കി കാണാനായിട്ട് അവൻ അങ്ങോട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഷിയാങ്കി ഇങ്ങനെ മൂഡൗട്ടായിരിക്കുന്നത് കാണുമ്പോൾ അവനെ മനസ്സിലായി എന്തെങ്കിലും പ്രശ്നമാണെന്ന് മനസ്സിലായിട്ട് അവൻ ചോദിക്കുക, എന്ത് പറ്റി ഇപ്രാവശ്യം ഷെണ്ണ് നിന്നെ സങ്കടപ്പെടുത്തിയല്ലേ, നീ എന്തിനാ അവനെയൊക്കെ സ്നേഹിക്കാൻ നിൽക്കുന്നത്, നിനക്ക് ഇപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, ഞാൻ നിന്റെ മുന്നേ ഇരിപ്പില്ലയോ, നീ എന്തിനാ അതൊക്കെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആനന് ദേഷ്യം വരും. ആനൻ പറയണേ, അങ്കിൾ ചു നിങ്ങൾ മര്യാദയ്ക്ക് അടങ്ങി നിന്നോണം കേട്ടോ, എൻ്റെ പപ്പയും അമ്മയും പിരിക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആനൻ അവിടെ കിടന്ന് ചുമ്മാ കുട്ടി തരത്തിൽ അവൻ അങ്ങ് ചൂടാവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ ഇറങ്ങി വരുന്ന സമയത്ത് ഈ കറക്റ്റ് ഷെന്നും വരും. അപ്പോൾ ഇവർ രണ്ടും ഓപ്പോസിറ്റ് വരുന്ന സമയത്തും ഷെന്നിനാണെങ്കിൽ ഈ സൂനെ അറിയാം, സൂന് വന്നിട്ട് ഷിയാങ്കി ഇഷ്ടമെന്നുള്ള കാര്യം അറിയുന്നതുകൊണ്ട് ഭയങ്കര ജലസ് ആട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് നേർക്ക് വരുന്ന സമയത്ത് ഷെൻ ചോദിക്കുക, നീ എന്താണ് ഇവിടെ വന്നിട്ട് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാനാണോ നീ വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ തന്നെ സൂ പറയണേ, ആദ്യം നീ ഷിയാങ്കിയെ സങ്കടപ്പെടുത്താതെ നോക്കാൻ നോക്ക്, മനസ്സിലായോ, അല്ലാതെ അവളെ സ്നേഹിക്കുന്നൊന്നും പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ മറ്റേ ഫിയാൻസി പെണ്ണുണ്ടല്ലോ ഇവിടെ വന്ന എല്ലാവരുടെ അടുത്തും അവളെ ഫിയാൻസി എന്ന് പറഞ്ഞ് മിൽക്ക് ടീ എല്ലാം കൊടുത്തിട്ട് പോയല്ലോ, നീ വല്ലതും അറിയുന്നുണ്ടോ, നീ ഷിയാങ്കിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും സൂ കടന്നു പോകുക. അപ്പോഴാണ് ഷെന്നിന് കാര്യം മനസ്സിലാവും. പക്ഷെ ഷെന്നി വന്നിട്ട് ഷിയാങ്കിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഷിയാങ്കി സാഡാണ്. അപ്പോൾ അവൾ ഇച്ചിരി അങ്ങ് ഹാപ്പി ആക്കിയിട്ട് ഇവൻ നേരെ വന്നിട്ട് ആ ഫിയാൻസി പെണ്ണിനെ ഡ്രസ്സിംഗ് റൂമിൽ വിളിപ്പിച്ചേക്കുവാണ്. എന്നിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, നീ എന്തിനാണ് ഇങ്ങനത്തെ ഈ പരിപാടിയൊക്കെ ഒരുമാതിരി കൂതറ പരിപാടിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്തുവാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫിയാൻസി പെണ്ണ് പറയണം, ഞാനാണല്ലോ നിങ്ങളുടെ ഫിയാൻസി പെണ്ണ്, ഞാൻ പറയുന്നില്ല എന്താ തെറ്റെന്ന്. അപ്പോൾ ഷെൻ പറയും, നിൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല, ഇനി മേലാക്കം നീ ഈ രീതിക്ക് പെരുമാറുവാണെങ്കിൽ എൻ്റെ വേറൊരു മുഖം നീ കാണുമെന്ന് പറഞ്ഞിട്ട് ഷെൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ടാണെങ്കിൽ ഈ ഫിയാൻസി പെണ്ണ് ചെല്ലുന്നത് വേറെ അങ്ങോട്ടും അല്ല, ഇവർക്ക് ആ ഷോയിൽ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവരുടെ മെയിൻ പ്രോഗ്രാം ഫസ്റ്റ് ലെവൽ പ്രോഗ്രാം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ നടക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് ഫിയാൻസി പെണ്ണൊരു റാണി അങ്ങനത്തെ ഒരു റോളിലാണ്. അപ്പോൾ ഇവൾ വന്നിട്ട് ഫിയാൻസി പെണ്ണ് ഷിയാങ്കി അടിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ആക്ടിങ് പഠിപ്പിക്കുന്ന ടീച്ചർ പറയുകയാണ്, നമ്മൾ ഭയങ്കര റിയൽ ആയിട്ട് തോന്നണം, അതുപോലെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ വെച്ച് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇവള് നമ്മുടെ ഷിയാങ്കിക്ക് വേദനിക്കണമെന്ന് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവളെ അടിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് വന്നിട്ട് ഇവളെ അടിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ആക്ടർ ചെറുക്കൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആക്ടർ ചെറുക്കന് മനസ്സിലാവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാങ്കിയുടെ ഭാഗത്തല്ല തെറ്റ്, ഈ ഫിയാൻസി പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റെന്നുള്ള കാര്യം ആക്ടർ ചെറുക്കന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഷിയാങ്കിക്കാണെങ്കിൽ നല്ല പെയിൻ എടുത്ത്, കാരണം ഈ വന്ന് നമ്മുടെ ഷെന്നി വന്നിട്ട് നമ്മുടെ ഫിയാൻസി പെണ്ണിൻ്റെ അടുത്ത് ചൂടായിട്ടൊക്കെ സംസാരിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാം ദേഷ്യം ഒരുമിച്ച് തീർത്താണ് അവൾ. എന്നിട്ട് പറയുന്നത്, സോറി ഞാനൊരു ആക്ടിങ്ങിൻ്റെ ഒരു ഇതിൽ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയുകയാണ്. ആക്ച്വലി നമുക്കറിയാം ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. എന്നിട്ടാണെങ്കിൽ ഷിയാങ്കി അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ ഉൾക്കാണെങ്കിൽ മുഖത്ത് അടി കിട്ടിയോണ്ട് നല്ല വേനുണ്ട് കേട്ടോ. ആ സമയത്ത് കറക്റ്റ് ആക്ടർ ചേർക്ക് അവിടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഷിയാങ്കി ചോദിക്കും, ഓ മതിയായില്ലേ ഇതുപോലെ നിന്നത്, എന്തിനാ ഇങ്ങനെ വന്ന് വഴിയെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഐസ് പാക്ക് കൊടുത്തിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാം. അപ്പോൾ ഷിയാങ്കി അലക്കും, ദൈവമേ ഐസ് പാക്ക് ഇങ്ങനെ തരാനുള്ള മനസ്സ് തോന്നിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഐസ് പാക്ക് ഒക്കെ വെച്ചിട്ട് അവളുടെ മുഖത്ത് അടി കിട്ടിയതിനൊക്കെ ഐസ് പാക്ക് വെക്കുവാണ്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം എത്തുക കേട്ടോ, ഫസ്റ്റ് ലെവൽ പെർഫോമൻസ്. അതിൽ വെച്ചിട്ടും ഇവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാങ്കി കുത്താൻ പോകുന്നൊരു പോലൊരു സീനുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗ്രിപ്പ് എല്ലാം മാനേജ് ചെയ്യേണ്ടത് ഈ ഫിയാൻസി പെണ്ണിൻ്റെ കാര്യം. പക്ഷേ ഫിയാൻസി പെണ്ണ് ഷിയാങ്കിയുടെ മേൽ കുറ്റം പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഷിയാങ്കി പെട്ടെന്ന് കുത്താൻ വരുന്ന സമയത്ത് ഇവളങ്ങ് വീട് പോകുന്ന പോലൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് ജഡ്ജുകളെല്ലാം അഭിപ്രായം പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഷിയാങ്കി കുറ്റം പറയുന്ന പോലെ പറയുന്നത്, ഷിയാങ്കി വേണമായിരുന്നു ശ്രദ്ധിച്ച് ചെയ്യാൻ, അവളായിരുന്നു ഗ്രിപ്പോട് കൂടി ചെയ്യേണ്ടിയിരുന്നത്,
നമ്മുടെ പെട്ടെന്ന് അവൾ ആഞ്ഞു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷിയാങ്കിയെ കുറ്റം പറയും കേട്ടോ. ഷിയാങ്കിക്കാണെങ്കിൽ ജഡ്ജസിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് അനൻ എണീറ്റെന്ന് പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല, അമ്മ കറക്റ്റ് ആയിരുന്നു, മറ്റേ ഫാൻസി ആൻറ്റിയാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഓൾറെഡി ഇവളെ അടിച്ച സീൻ വന്നിട്ട് ആക്ടർ ചെറുക്കൻ കണ്ടുണ്ട്. ആക്ടർ ചെറുക്കനും കാര്യം അറിയാം, ഏകദേശം ഇവരുടെ എങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആക്ടർ ചെറുക്കനും അറിയാം. അവനെ എണീറ്റ് നിന്നിട്ട് ഷിയാങ്കിയുടെ സൈഡ് പിടിച്ച എല്ലാ കാര്യവും അവളെ സപ്പോർട്ട് ചെയ്ത് പറയണം. ആക്ച്വലി ഗ്രിപ്പിൻ്റെ കാര്യം മാനേജ് ചെയ്യേണ്ടിയിരുന്നത് ഫിയാൻസി പെണ്ണാന്നുള്ള കാര്യവും പറയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ജഡ്ജസിന് ഈ സ്റ്റോറിയുടെ കാര്യം എന്ന് പറയാം, പക്ഷേ ഇവരൊക്കെ പറയുന്ന സമയത്ത് ഏകദേശം ഷിയാങ്കിയുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരിയുണ്ടെന്ന് അവർക്കും തോന്നുവാണ്. ഇതെല്ലാം വന്ന് നമ്മുടെ ഷെൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ ഒരു ലിൻ എന്ന് പറഞ്ഞിട്ടൊരു ഏജന്റ് ഉണ്ടല്ലോ, അയാളും കൂടി അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ അന്ന് വൈകിട്ടാണെങ്കിൽ ഷെനിൻ്റെ പപ്പയാണെങ്കിൽ വയ്യാതെ ഹോസ്പിറ്റലാണ്ട് ഷെൻ മീറ്റ് ചെയ്യാനായിട്ട് പോകും. മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓൾറെഡി നമുക്കറിയാം ഒരു ഫിയാൻസി പെണ്ണിനെ ഷെന്നിൻ്റെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷെന്നിൻ്റെ പപ്പയാണെങ്കിൽ അവന് വേണ്ടി വേറൊരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട്. അവളെ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് ഇവനെ നിർബന്ധിക്കാം. പക്ഷേ ഇവന് ഇഷ്ടം ഷിയാങ്കിയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, പപ്പ ഒന്നും പറ്റത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ആളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന സമയത്ത് ഇവൻ്റെ പപ്പ പറയാണ്, നിൻ്റെ ലൈഫ് അങ്ങനെ തോന്നിയ പോലെ ഒന്നും കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ നിൻ്റെ പപ്പ, എനിക്ക് അറിഞ്ഞുണ്ട് നിൻ്റെ ലൈഫിൽ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയ രീതിക്കുള്ള ഒരു സംസാരവും കാര്യങ്ങളും തർക്കമൊക്കെ ആവുന്ന സമയത്ത് എടുത്തുകൊണ്ട് നമ്മുടെ ഷെനിൻ്റെ അനിയനുണ്ടല്ലോ, അവൻ വന്ന് പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് പപ്പയെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കണക്കും കെയർ ചെയ്യുന്ന കണക്കൊക്കെ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഷെന്നിന് ദേഷ്യം വന്നിട്ട് ഷെൻ അവിടെ നിന്ന് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. ആ സമയത്ത് കറക്റ്റ് ഈ ഷെന്നിൻ്റെ അനിയൻ വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ്, എനിക്ക് ഇത്രയായിട്ട് മതിയായില്ലേ, ചെറുപ്പം തൊട്ടേ എല്ലാം സമ്പാദ്യവും അതും ഇതും എല്ലാം നിന്റെയായിരുന്നു, ഇനി അത് അങ്ങനെ പോയാൽ സമ്മതിക്കുന്നു വിചാരിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ എൻ്റെ ആക്കുന്നത് നീ നോക്കിക്കോ എന്നൊക്കെ ഷെന്നിൻ്റെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് വന്നിട്ട് അവിടെ വന്ന ഫിയാൻസി പെണ്ണ്, മീറ്റ് ചെയ്യാൻ വന്ന ഫിയാൻസി പെണ്ണ് കാണും. പക്ഷേ ബാക്കിൽ വരുന്ന ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് സാധനം വീഴുന്നതുകൊണ്ട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഫിയാൻസി പെണ്ണ് ഇതെല്ലാം കേട്ടത് വന്നിട്ട് ഇവനെ അറിയട്ടോ. എൻ്റെ ഫിയാൻസി ഇവന് നേരെ ഒന്നുമല്ല വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക, നീ എന്ത് പരിപാടി കാണിച്ചു, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നീ ക്യാൻസൽ ചെയ്തല്ലേ, നീ എന്ത് പരിപാടി കാണിച്ചെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഷെൻ പറയാണ്, പകുതി പരിപാടി ഞാൻ ക്യാൻസൽ ഉള്ളൂ, നീ ഇനിയും ഒരുമാതിരി വൃത്തികെട്ട പണിക്ക് നിൽക്കുവാണെങ്കിൽ മോളെ നിൻ്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഫിയാൻസി പെണ്ണ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അടുത്ത ദിവസം ആ ഷോ നടക്കുന്ന സ്ഥലത്ത് കാണിക്കും കേട്ടോ. ഫസ്റ്റത്തെ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാങ്കി അതുപോലെ തന്നെ ഫിയാൻസി പെണ്ണും അനനുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് അനനും അതുപോലെ ഫിയാൻസി പെണ്ണും വേറൊരു ഒരു പെണ്ണും കൂടിയാണ് ഒരു ടീം. അതുപോലെ തന്നെ ഷിയാങ്കിയും അതുപോലെ വേറൊരു പെണ്ണും അതുപോലെ ഈ ആക്ടർ ചെറുക്കനും ഒരു ടീമാണ്. ഇതിൽ വന്നിട്ട് ആക്ടർ ചെറുക്കനും ഷിയാങ്കി ഇച്ചിരി ലവ് സ്റ്റോറി പോലത്തെ അങ്ങനത്തെ എന്തോ ഒരു ആക്ടിങ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് അവരുടെ ഫസ്റ്റത്തെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ അതിനുള്ള എല്ലാം വന്നിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇവരെല്ലാവരും ഇരിക്കും കേട്ടോ. അപ്പോൾ ഷിയാങ്കിയാണ് കാര്യമായിട്ട് ഒരു പൗച്ചൊക്കെ തുന്നിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന സമയത്ത് ഈ മറ്റേ ആക്ടർ ചെറുക്കൻ ഇവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുക, വേറെ ഒന്നുമല്ല, ഈ ആക്ടർ ചെറുക്കനെയും നമ്മൾ ഷിയാങ്കിയുടെ അടുത്ത് ചെറിയ രീതിക്കുള്ള ഒരു ക്രഷൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തട്ടിപ്പറിക്കുന്ന സമയത്ത് ഷിയാങ്കി ആണെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങാൻ ശ്രമിക്കുക. അവൾ പറയണം, അത് എനിക്ക് തരും, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി തുന്നി, ഒന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് കിടന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഷെന്നി കയറി വരുന്നത്. അപ്പോൾ ഷെന്നിനാണെങ്കിൽ ജലസുകാരൻ അവന് നിൽക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ആക്ടർ ചെറുക്കൻ പറയണം, ഇത് വന്ന് ഷിയാങ്കി എനിക്ക് ഗിഫ്റ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷെന്നിന് ദേഷ്യം വന്നിട്ട് ഷെൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഷിയാങ്കി ആണെങ്കിൽ വേഗം പിന്നാലെ നിന്നിട്ട് ഷെന്നിൻ്റെ അടുത്ത് പറയണം, അത് സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാ, ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി തുന്നിക്കൊണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ഷെന്നിനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ ഈ ഷോയുടെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്ടർ ചെറുക്കൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാര്യം കാണുവാണ്. ഇവർ പ്രോപ്പർട്ടീസും ഈ ആക്ടിങ്ങിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം വെക്കുന്നത് പ്രോപ്പർട്ടി റൂമിൽ നിന്ന് ഈ ഫിയാൻസി പെണ്ണ് എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ എന്താണെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നില്ല. അവനത് വലിയ സീരിയസ് ആക്കാതെ വിടുവാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവരുടെ പ്രോഗ്രാമിൽ നമ്മുടെ അനൻ്റെ ഷൂട്ടിൽ വന്നിട്ട് ഇവനെ ഒരുമാതിരി ഒരു റോപ്പ് വെച്ച് പൊക്കിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അനൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് ആ കയർ ബ്രേക്ക് ആയിട്ട് അവൻ വീഴുക. ആ സമയത്ത് ഈ കറക്റ്റ് വന്ന് എന്നും അതുപോലെ തന്നെ ഷിയാങ്ങി വന്ന് പെട്ടെന്ന് അവനെ ക്യാച്ച് പിടിക്കുക. അതുകൊണ്ട് തന്നെ അനന് വന്ന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ എങ്കിലും അവൻ ആ ടെൻഷനിൽ അവൻ ഹോസ്പിറ്റലിലാവും കേട്ടോ. അപ്പോൾ അവിടെ വെച്ചാൽ ഷിയാങ്കിയും ഷെന്നും ഭയങ്കര ടെൻഷനായി നിൽക്കുന്ന സമയത്ത് വേലക്കാരിയെ ആൻറ്റി വന്നിട്ട് പറയണം, നിങ്ങൾ ചെന്നിട്ട് ഇവൻ്റെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തിട്ട് പോവാം, ഞാൻ വന്ന് അനൻ്റെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഷിയാങ്കി അതുപോലെ തന്നെ ഷെന്നിനെ വിടുക. അപ്പോൾ കൂടെ തന്നെ ആക്ടർ ചെറുക്കനുണ്ട്. അപ്പോഴും ആക്ടർ ചെറുക്കൻ ഒന്നും പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവരവിടെ ചെല്ലുന്ന സമയത്ത് ഒരു മീറ്റിംഗ് പോലെ വിളിച്ചു കൂട്ടിയേക്കുക. അതിൽ മെയിനായിട്ടും പ്രോപ്പർട്ടിയിലെ ആൾക്കാരും അതുപോലെ തന്നെ ഫിയാൻസി പെണ്ണും അതുപോലെ ഫിയാൻസി പെണ്ണിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ല, അവളും അതുപോലെ തന്നെ ഇവരുടെ ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി ടീം പറയുന്ന കാര്യം, ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടായിരുന്നു കയറും എല്ലാം വന്ന് കൊണ്ടുപോയി അതിനകത്ത് വെച്ചിരുന്നത്, പിന്നെ എന്താ ഈ പ്രശ്നം വന്നെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറയാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് ഈ ആക്ട് ചേർക്കാൻ പറയണം, ഞാൻ വന്ന്
ഈ ഫിയാൻസി പെണ്ണ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടേന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ ന്യായീകരിക്കാൻ തുടങ്ങും കേട്ടോ. മാത്രമല്ല അപ്പോൾ എടുത്തുകൊണ്ട് ഷെന്നി പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ഷോയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞാനാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചോളാം, നീ ഇനി ഇതിൽ വേണ്ടെന്ന് പറയുന്ന സമയത്ത് ഷെന്നിൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഫിയാൻസി പെണ്ണിൻ്റെ പക്ഷം പിടിക്കാൻ തുടങ്ങുക. എന്നിട്ട് പറയുകയാണ്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിൻ്റെ ഒരു കമ്പനി മാത്രമല്ല വേറൊരു കമ്പനിയുടെയും കൂടി ടൈപ്പ് ഇതിലുണ്ട്, അതുകൊണ്ട് തന്നെ നീ മാത്രം പറഞ്ഞാൽ ശരിയാവത്തില്ല, ഇവളുടെ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് പിടിച്ചോളാം, നമ്മുടെ അങ്ങനെയൊന്നും ഫിയാൻസി പെണ്ണ് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങൾ ലീഗലി സെറ്റാക്കിയിട്ട് വന്നേക്കുവാണ് ഷെന്നിൻ്റെ അമ്മ. അപ്പോൾ ഷെന്നിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഷെന്നിൻ്റെ അമ്മയാണെങ്കിൽ ഷെന്നിന് കുറേ വഴക്ക് പറയുന്നു, നീയെ എന്താ വിചാരിച്ചിരിക്കുന്നത്, നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, നീ ഇങ്ങനെയൊക്കെ നടന്നോ, നീ അല്ലെങ്കിൽ നിന്റെ തന്തയുടെ കണക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കര വൃത്തിയായിട്ട് രീതിക്കൊക്കെ അവിടെ എല്ലാവരും മുന്നിൽ നിന്ന് വഴക്ക് പറയാം. അപ്പോൾ ഷിയാങ്കിക്കാണെങ്കിൽ അത്രയും കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ വയ്യത് അവളെ എണീറ്റ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്നേ, നിങ്ങൾ ഷെന്നിൻ്റെ അമ്മയാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ ആൻറ്റി എന്ന് വിളിച്ചിട്ട് അത്രയും റെസ്പെക്റ്റ് തന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അതിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മോനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? 13 വർഷം നിങ്ങൾ ഷെന്നിനെ കളഞ്ഞിട്ട് പോയി, എന്നിട്ടും അവൻ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ സ്ലീപ്പിംഗ് പിൽസ് എടുത്തുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം നിങ്ങളുടെ ആ ഒരു കാര്യം കാരണം സൈക്കാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ എടുത്തിട്ട് പോലും എത്രമാത്രം കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുവാണ് ഷെന്നിൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ ഷെന്നിൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട്, നീ ആരുടെ എൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷിയാങ്കിയുടെ ചെവിക്കിൽ നോക്കി പറഞ്ഞാൽ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇത് കൂടി ആയപ്പോൾ ഷെന്നിന് സഹിക്കാൻ പറ്റാതെ ഷെന്നി ഷിയാങ്കി പിടിച്ചു മാറ്റിയിട്ട് പറയണേ, ഇതേ ഞാൻ സ്നേഹിക്കുന്ന വേണ്ട, മനസ്സിലായോ, അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറാൻ പറ്റത്തില്ലെന്നും അത്രയും കാലം പറയാത്ത ഷെന്നിനെ ആ ഒരു സിറ്റുവേഷനിൽ അവൻ തുറന്ന് കാര്യം പറയണം. അപ്പോൾ ഷിയാങ്കി ഷോക്കാണ്, നീ ഇത് എന്താ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് സീൻ കട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിൻ്റെ ടൈം ആവും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു, അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്തും എടുത്തുകൊണ്ട് നമ്മുടെ മറ്റേ ആക്ടർ ചെറുക്കം വന്നിട്ട് ചോദിക്കണം, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു, നീയും അതുപോലെ തന്നെ ഷെന്നും റിലേഷൻഷിപ്പിൽ വല്ലതും ആണോ എന്ന് ചോദിക്കണം. അപ്പോൾ എടുത്തുകൊണ്ട് ഷെങ്കി പറയണ, അല്ല റിലേഷൻഷിപ്പൊന്നും ആയില്ല, ഞാനൊരു വട്ടം ഓൾറെഡി പ്രൊപ്പോസ് ചെയ്താവാം, ഇതുവരെ യെസ് പറഞ്ഞിട്ടില്ല, ഇനി ഒന്നും കൂടി ഒന്ന് പ്രൊപ്പോസ് ചെയ്ത് നോക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ ആക്ടർ ചെറുങ്ങ് ഷിയാങ്കിൻ്റെ അടുത്ത് പറയാണ്, ഓക്കെ എന്തുമല്ല യെസ് പറഞ്ഞല്ലോ, എന്നാൽ നമുക്കൊന്ന് പ്രേമിച്ചാലോ എന്ന് ചോദിക്കുവാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.